ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനെത്തുന്ന ഹാജിമാർക്ക് എല്ലാവിധത്തിലുള്ള സഹായങ്ങളും നൽകുന്നതിനു വേണ്ടി ജിദ്ദ നവോദയ മക്കയിൽ വിപുലമായ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. ഇത്തവണ 100 വനിതകൾ ഉൾപ്പെടെ 500 പേരുടെ വളണ്ടിയർ ടീമിനെ ഒരുക്കിക്കൊണ്ടാണ് ജിദ്ദ നവോദയ മക്ക ഏരിയ കമ്മിറ്റി ഹാജിമാർക്ക് സേവനം ചെയ്യുന്നതിനു വേണ്ടി രംഗത്തുള്ളത്. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനെത്തുന്ന ഹാജിമാർക്ക് എല്ലാവിധത്തിലുള്ള സഹായങ്ങളും നൽകുന്നതിനു വേണ്ടി ജിദ്ദ നവോദയ മക്കയിൽ വിപുലമായ തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഇത്തവണ 100 വനിതകൾ ഉൾപ്പെടെ 500 പേർ അണിനിരക്കുന്ന വോളണ്ടിയർ ടീമിനെ ഒരുക്കിക്കൊണ്ടാണ് ജിദ്ദ നവോദയ മക്ക ഏരിയ കമ്മിറ്റി ഹാജിമാർക്ക് സേവനം ചെയ്യുന്നതിനു വേണ്ടി വോളണ്ടിയർമാരെ അണിനിരത്തുന്നത്. ആദ്യ ഹജ്ജ് സംഘം മക്കയിലെത്തുമ്പോൾ സ്വീകരണം ഒരുക്കുന്നത് മുതൽ അവസാന സംഘത്തെ നാട്ടിലേക്ക് യാത്രയയക്കുന്നതുവരെയും ഹാജിമാർക്ക് വോളണ്ടിയർമാരുടെ സേവനം ഉറപ്പുവരുത്തും. ഹറം പരിസരത്തും അസീസിയയിലും മിനായിലും മുസ്തലിഫയിലും അറഫയിലും നവോദയ വോളണ്ടിയർമാർ സേവന രംഗത്തുണ്ടാവും. ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടായിരിക്കും പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക. ഖദായ് ഏഷ്യൻ പോളിക്ലിനിക് ഓഡിറ്റോറിയത്തിൽ ഷിഹാബുദ്ദീൻ കോഴിക്കോടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന നവോദയ ഹജ്ജ് സെൽ രൂപീകരണ യോഗം നവോദയ കേന്ദ്ര രക്ഷാധികാരി സമിതി അംഗം അബ്ദുള്ള മുല്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഷറഫു കാളിക്കാവ് വോളണ്ടിയർമാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി. കെ മൊയ്തീൻ, ബഷീർ നിലമ്പൂർ, നൈസൽ പത്തനംതിട്ട, റഷീദ് ഒലവക്കോട്, സജീർ കൊല്ലം, ഷാഹിദ ജലീൽ, ആലിയ എമിൽ എന്നിവർ ആശംസകൾ അറിയിച്ചു. മുഹമ്മദ് മേലാറ്റൂർ സ്വാഗതവും ബുഷാർ ചെങ്ങമനാട് നന്ദിയും പറഞ്ഞു.